കണക്കാക്കാം. ശ്രീ രാഹുൽ ഈശ്വർ, ഇതേ നിരീക്ഷണം തന്നെയാണോ താങ്കൾക്കുള്ളത്? ഇവിടെ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം തുറന്നു കാട്ടി എന്നുള്ള കാര്യമാണ് സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ളവർ പറയുന്നത്. അവരിൽ പലരും ഇനി ഈ വിവാദം വേണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം ഞങ്ങൾ തുറന്നു കാട്ടാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അതല്ലാതെ സിനിമയുടെ പ്രമേയത്തെ മാറ്റണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ആ പ്രമേയം ഒരു പക്ഷത്തെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നതായിപ്പോയി, മറുപക്ഷത്തിന് പ്രശ്നമുണ്ടാക്കുന്നതായിപ്പോയി. അത് ഞങ്ങൾ തുറന്നു കാട്ടി. അത് ഈ സിനിമയുടെ മേക്കറായ പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അവിടെ ഒളിച്ചു കടത്തുകയായിരുന്നു എന്നായിരുന്നുവല്ലോ ഈ സിനിമയെ എതിർത്തവരുടെ വാദം. അത് ശരിവെക്കുന്ന കാര്യങ്ങളാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. കാരണം അവിടെ തിരുത്തൽ വരുത്തി. അത് മാത്രമല്ല, നിർമ്മാതാവ് പറയുകയാണ് ഒരു തെറ്റിതിരുത്തലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നും. മഞ്ജുഷി, ഈ ഓരോ വാക്കിനും ഓരോ വ്യാപ്തിയും ഓരോ അർത്ഥവുമാണ്. ഞാൻ ശ്രീ മോഹൻലാൽ വായിച്ചതിൽ എവിടെയും തെറ്റ് എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇവിടെ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞതാണ്. അതാണ് തെറ്റെന്ന വാക്കാണോ അദ്ദേഹം പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു തെറ്റ് തിരുത്തിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് അദ്ദേഹം പറഞ്ഞത് ലാലേട്ടൻ പറഞ്ഞതാണ്, പ്രമൈസ് വെച്ച് പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. ശ്രീ അന്നി പെരുമ്പാവൂർ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് ആ വാക്ക് മിസ് ചെയ്തായിരിക്കാം. ഈ ഓരോ വാക്കിനും ഓരോ വ്യാപ്തിയാണ്. അതായത് മോഹൻലാൽ മാപ്പ് പറയുകയല്ല, ഖേദപ്രകടനം നടത്തി. ഞാൻ കേട്ടിടത്തോളം, ഞാൻ 2-3 ചാനലുകൾ കേട്ടു, ശ്രീ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് ആരെയും വിഷമിപ്പിച്ചു പോകുന്നവരല്ല ഞങ്ങൾ. അങ്ങനെ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് തിരുത്താൻ തയ്യാറായി എന്നാണ്. തിരുത്തൽ തയ്യാറായി എന്നാണ്. തെറ്റെന്ന വാക്ക് ഉപയോഗിച്ചോ എന്ന് എനിക്കറിയില്ല. സബ്ജക്ട് ടു കറക്ഷൻ. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ വാക്കിനും ഓരോ മൂല്യവും വിലയും ഒക്കെയാണ്. ഞാൻ ഈ ചർച്ചയിൽ കയറാൻ 2 മിനിറ്റ് താമസിച്ച് തന്നെ ഏകദേശം 1 മണിക്കൂർ മുമ്പ് ശ്രീമതി മല്ലിക സുകുമാരൻ, എന്റെ അമ്മയായ മല്ലിക, എന്റെ അമ്മയുടെ പേര് മല്ലിക എന്നാണ്, വിളിച്ച് രാഹുല് മോദിജിയെ ഈ സിനിമ മോശമായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുവെന്ന് മനോരമയിൽ ഒരു വാർത്ത വന്നു. അതിനെതിരെ അവർക്കൊരു വിഷമവും പറഞ്ഞു. ഞാനപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പിന്നീട് വാർത്ത നോക്കിയപ്പോൾ വാർത്ത കൊടുത്തിരിക്കുന്ന കറക്റ്റാണ്, ഞാൻ മനോരമയ്ക്ക് കൊടുത്തത്. പക്ഷേ ഒരു വാക്കതിൽ മോദിജിയെ പോസിറ്റീവായി കാണിക്കാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഹെഡ്ലൈനിലേക്ക് എത്തിയപ്പോൾ മോദിജിയെ മോശമായി കാണിച്ചു എന്ന് അവരങ്ങ് സംഗ്രഹിച്ചു. ഓരോ വാക്കിനും ഓരോ വ്യാപ്തിയാണ്. ഞാൻ ഇപ്പം ബുദ്ധിമുട്ടി കഴിഞ്ഞ അരമണിക്കൂർ കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വിളിച്ചു പറഞ്ഞത് മാറ്റിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ വാക്കിനും ഓരോ വ്യാപ്തിയുണ്ട്. ഇത് ആരുടെയും ഇത് ഫുട്ബോൾ മത്സരമൊന്നും അല്ലല്ലോ. ആരെങ്കിലും ജയിക്കാനും പരാജയപ്പെടാനും. ലാലേട്ടൻ നമ്മുടെ എല്ലാവരുടെയുമാണ്. പൃഥ്വിരാജ് ഈ നാട് കണ്ട ഏറ്റവും പ്രതിഭാധനായ ചെറുപ്പക്കാരിൽ ഒരാളാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ എന്റെ കൂടെ സുഹൃത്തായ വിവേക് ഓബ്രോയ് പൃഥ്വിരാജിനെ കമലഹാസൻ എന്നാണ് വിളിച്ചത്. അപ്പോൾ പൃഥ്വിരാജ് വളരെ കഴിവുള്ള വ്യക്തിയാണ്. എന്നാൽ പൃഥ്വിരാജ് ഹിന്ദുത്വ വിരുദ്ധ നിലപാടെടുക്കുന്ന വ്യക്തിയാണ്. മുരളി ഗോപി ഹിന്ദുത്വ വിരുദ്ധ നിലപാടെടുക്കുന്ന വ്യക്തിയാണ്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അതായത് BJP അംഗമായ മുരളി ഗോപിയുടെ മകൻ ഭരത് ഗോപിയുടെ മകൻ ശ്രീ മുരളി ഗോപി ഹിന്ദുത്വ വിരുദ്ധനാണ്. BJPക്ക് വേണ്ടി പ്രചരണം നടത്തിയ മോദിജിയെ ഇഷ്ടപ്പെടുന്ന മല്ലിക സുകുമാരന്റെ മകൻ ശ്രീമതി മല്ലികാമ്മയുടെ മകൻ പൃഥ്വിരാജ് ഹിന്ദുത്വ വിരുദ്ധനാണ്. നമ്മുടെ ആ ഒരു രാഷ്ട്രീയം തുറന്നു കാട്ടുകയാണ് ഇവിടെ ചെയ്തത് സംഘപരിവാർ സംഘടനകൾ. അപ്പോൾ ആ തിരുത്തൽ വരുത്തിയത് ഇവരുടെ ഇഷ്ടപ്രകാരമാണെന്ന് പറയാൻ കഴിയുകയില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. സംഘപരിവാർ സംഘടനയിലെ ആൾക്കാരെ ഒരു പരിധിക്കപ്പുറം ആക്രമിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഉണ്ടാവില്ലേ? ഞാൻ തന്നെ 2-3 പോയിന്റുകൾ ചൂണ്ടിക്കാട്ടി. ഉദാഹരണം, ഡാം, ഈ ഹിന്ദുത്വവാദി ഡാം തകർത്ത് 2 ജില്ലകളെ ഇല്ലാതാക്കും. അത് കുറച്ച് ഓവറല്ലേ? എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് പോലും വീണ്ടും ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് പോലും ഓവറാണെന്ന് തോന്നും. എന്നാൽ EDയുടെയും NIയുടെയും ദുരുപയോഗം എന്റെ അഭിപ്രായത്തിൽ വളരെ റെലവന്റ് ആണ്. കവിതാ റെഡ്ഡി കേസിലടക്കം സുപ്രീം കോടതി ഓർലി എങ്കിലും റിമാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ NIയുടെ ലോഗോ ഉപയോഗിക്കരുത് പറയുന്നത് നല്ലതാണ്. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു മിഡിൽ ഗ്രൗണ്ടോ ബാലൻസിംഗ് ഗ്രൗണ്ടോ ഇല്ല. എല്ലാവരും എക്സ്ട്രീമിൽ നിന്ന് പൊസിഷൻ എടുത്താൽ, നിലപാടെടുത്താൽ ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. എനിക്ക് തോന്നി അഭിനന്ദിക്കേണ്ട ഒരാൾ ആന്റണി ചേട്ടൻ, അല്ലെങ്കിൽ ശ്രീ ആന്റണി പെരുമ്പാവൂരിന്റെ അത്രയും മനോഹരമായി സംസാരിച്ച ഒരാളെ അടുത്തിടയ്ക്ക് കണ്ടിട്ടില്ല. ആരെയും വേദനിപ്പിച്ചില്ല, എല്ലാരെയും ചേർത്ത് നിർത്തി. വീണ്ടും വീണ്ടും മാധ്യമങ്ങൾ ചോദ്യ ശരങ്ങൾ അദ്ദേഹത്തിന് നേർക്ക് ഉതിർത്തു. ആ ശരങ്ങളെ എല്ലാം ചിരിച്ച് മന്ദസ്മിതത്തോടെ നേരിടുകയായിരുന്നു. ശരിയാണ്, ഒന്നിച്ചെടുത്ത തീരുമാനം എന്ന് അദ്ദേഹം അത് പറഞ്ഞു വെക്കുകയും ചെയ്തു. ഒരു വരി കൂടെ ചൂണ്ടിക്കാണിക്കാം. അങ്ങനെയൊന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം അവിടെ ഈ രാഷ്ട്രീയം ആരുടെ രാഷ്ട്രീയമാണോ അവിടെ പ്രതിഫലിച്ചത്, ആ വ്യക്തി ഇതുവരെ അതിലൊരു തിരുത്തൽ വരുത്താൻ തയ്യാറായിട്ടില്ല. ആ വ്യക്തി പൃഥ്വിരാജ് എന്ന വ്യക്തി ഒരു കാരണവശാലും ഇവർ പറഞ്ഞതിനോട് യോജിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശദീകരണവുമായി വരട്ടെ. പലതവണ ചോദിച്ചു മോഹൻലാൽ സിനിമ കണ്ടോ ഇല്ലയോ എന്ന്. അതിന് ആന്റണി ചേട്ടൻ മറുപടി പറയാത്തതിന്റെ കാരണം, കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിലെയും BJPയിലെ സുഹൃത്തുക്കൾക്ക് കൂടുതൽ വേദനിക്കും. കാര്യം ലാലേട്ടൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ആദ്യമേ ഇത് കട്ട് ചെയ്യാൻ പറഞ്ഞില്ലോ. എന്നാൽ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് പൃഥ്വിരാജിനെ തെല്ലി പറയുന്ന പോലെ ആകും. പകരം അദ്ദേഹം ഒരു മിഡിൽ ഗ്രൗണ്ട് എടുത്തു പറഞ്ഞു, ലാലേട്ടൻ എല്ലാ സീനുകളെ കുറിച്ചും അറിയാം, കഥയെക്കുറിച്ചും അറിയാമെന്നൊക്കെ. ഒരുപക്ഷെ ലാലേട്ടൻ പൂർണ്ണമായി കണ്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയത്തിൽ നിൽക്കുന്നവർ നമ്മളോട് പറയുന്നത്. ഓടി ഒരുപക്ഷെ കണ്ടു കാണും, ഇത്രയും ഡീറ്റെയിൽ ആയി കണ്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഒരു പത്രസമ്മേളനത്തിൽ 26-ാം തീയതി ലാലേട്ടൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. കാഷ്വലി പറയുന്നതാണ്, ലാലേട്ടനൊക്കെ എത്ര സിനിമ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതൊരു കുടുംബത്തിനിടയ്ക്ക് നടക്കുന്ന പ്രശ്നമാണ്. ഇവരെല്ലാം തോളി കൈയിട്ട് നടക്കുന്നവരാണ്. ഇവരെ ആരെയും തമ്മിൽ തല്ലിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത്, പകരം സൗഹാർദ്ദത്തോടെ കൊണ്ടുപോവുകയാണ്.